രാത്രി മെയിൻ റോഡിൽ അബാൻഡൻഡായി കണ്ടെത്തുന്ന ഒരു കാർ. കാണാതായത് ഒരു വെൽ നോൺ ആക്ട്രസ്. നോ സൈൻ ഓഫ് അറ്റാക്ക് നോർ എനി സ്ട്രഗിൾ. ഇറ്റ്സ് ക്വൈറ്റ് സ്ട്രേഞ്ച്. മാം, ഇവർ അവസാനം പോയത് ഇവരുടെ പഴയ കോളേജ് മേറ്റ്സിന്റെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷനിൽ പങ്കെടുക്കാനാണ്. ഹോട്ടൽ വൈറ്റ് ക്ലൗഡ്സിൽ രാത്രി 7:30 മണിക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് ഫംഗ്ഷനിലെത്തിയ ഉമ രാത്രി 10:30 മണിക്കാണ് തിരികെ പോയത്. ഹോട്ടലിലെ CCTV ചെക്ക് ചെയ്യണം. അതുപോലെ ആ ഗെറ്റ് ടുഗദറിന് വന്ന മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഷുവർ മാം. അന്ന് അവിടെ കണ്ടെത്തിയെന്ന് പറയുന്ന മൊബൈൽ ആരുടെയാണെന്ന് ട്രേസ് ചെയ്തോ? കണക്ഷൻ ഒരു മെൽവിൻ ഫിലിപ്പിന്റെ പേരിലാണ്. ഇതിൽ നിന്ന് ഒറ്റ നമ്പറിലേക്ക് ഔട്ട് ഗോയിങ് പോയിട്ടുള്ളൂ, അതും നിയർലി 5 times. വിച്ച് നമ്പർ? മാം, അത് ആ 5 കോളുകളും പോയിട്ടുള്ളത് സൈലക് സാറിന്റെ നമ്പറിലേക്കാണ്. വാട്ട്? സൈലക്സ്, നിങ്ങളുടെ സ്റ്റേഷനിൽ മരണപ്പെട്ട ഈ പറയുന്ന വ്യക്തി ഒരു കോൺവിക്റ്റ് ആയിരിക്കാം, ബട്ട് ഹീസ് എ ഹ്യൂമൻ ബീങ് ടു. അപ്പോൾ അയാൾ കാരണം സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട 3 കുട്ടികളോ? അവർ ഹ്യൂമൻ ബീങ്സ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റല്ലാതാവൂ. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഐ ഓൾറെഡി ടോൾഡ് യു. ഒരു കംപ്ലീറ്റ്ലി പ്രൊവോക്ഡ് ആയ മോബിൻ്റെ കയ്യിൽ നിന്നാണ് അയാളെ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. ഹി വാസ് ഓൾറെഡി ബീറ്റൺ അപ്പ് ബൈ ദെൻ. സോറി, അയാളുടെ മരണ കാരണം അത് തന്നെയാണ്. യു ക്യാൻ ചെക്ക് ദി ഓട്ടോപ്സി റിപ്പോർട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. ലിസൺ, ഐ ഹവ് ഓൾറെഡി ഗോൺ ത്രൂ എ ലോട്ട്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ. ഈവൻ റിഗാർഡിംഗ് അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ഐ ഹവ് നെവർ മിസ്യൂസ്ഡ് മൈ യൂണിഫോം. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ പ്രൊഫഷൻ ഫോർ മീ, ഇറ്റ്സ് എ പാഷൻ. യെസ്, ഇത് തന്നെ, സെയിം നമ്പർ. എപ്പോഴായിരുന്നു? നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു 2 weeks ബാക്ക്, ആ ഹിയറിങ്ങിൻ്റെ അന്ന്. ആദ്യം ഞാൻ കരുതിയത് പ്രാങ്ക് കോൾ ആയിരിക്കുന്ന. ഒരു മെൽവിൻ ഫിലിപ്പിന്റെ പേരിലെ കണക്ഷൻ റീസെൻ്റായി എടുത്തതാ. മാറ്റർ അതല്ല, ഇവനാകെ 5 കോളുകളെ ഔട്ട് ഗോയിങ് വിളിച്ചിട്ടുള്ളൂ. ആൻഡ് ദ ഫണി പാർട്ട് ഈസ്, ഈ 5 കോളുകളും അവൻ വിളിച്ചിരിക്കണത് നിന്നെയാ. ഹാ, ബെസ്റ്റ്. ഇനിയിപ്പോൾ ഉമാ സത്യമൂർത്തിയെ ഞാനാ തട്ടിക്കൊണ്ടുപോയെന്ന് പറയാലോ. അല്ല, നല്ല ബെസ്റ്റ് ടൈമാണേ. കേസ് ഫയലാ, ജസ്റ്റ് ഗോ ത്രൂ. അതെ, എന്നെ അങ്ങ് വിട്ടേര്. അല്ലെങ്കിൽ ഒരു കേസിന്റെ പൊല്ലാപ്പ് തീർന്നിട്ടില്ല. അപ്പോഴാ വേറൊരെണ്ണം. ഹീസ് ആ പ്രൈം സസ്പെക്ട്. അവൻ എന്തിനു നിന്നെ വിളിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ കേസിന്റെ ആവശ്യമാണ്. ആൻഡ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഒരു പ്രോബ്ലം വന്നപ്പോൾ കണ്ടു ഇവിടെ പലരുടെയും റെസ്പോൺസിബിലിറ്റി. താതാ ബാല വിളിച്ചിരുന്നു. Why don't you take up this case? Anu, let's talk something else. About what, Silex? അഡോപ്ഷനെ കുറിച്ചോ? In this situation, it's not going to work. പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് പ്രോബ്ലം എനിക്കല്ലല്ലോ. I didn't mean to hurt you. Just think. ഈ കേസ് നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ കരിയറിൽ നിന്റെ എല്ലാ ബ്ലാക്ക് മാർക്കും മാറും. പുറത്തെപ്പോഴാ പോയെന്ന് തനിക്കറിയില്ലല്ലേ? ഇല്ല സാർ. ആ, ഇവിടെ ഈ മെൽവിന് പരിചയക്കാരും ഇല്ല സാർ. പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. ആരോടും അങ്ങനെ അധികം സംസാരിക്കാറില്ല. വിസിറ്റേഴ്സ് അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ആരെങ്കിലും വന്നാലായി. ഇന്നലെ രാത്രി എത്ര മണിക്ക് വന്നു പറഞ്ഞ? പതിവിലും വൈകിയാ സാർ എത്തിയത്. പക്ഷേ സമയം ഇവിടെ വന്ന ഉടനെ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കാം സാർ. ആ, വാ. ഓ ശരി. മാം, ഉമാ സത്യമൂർത്തി ഗെറ്റ് ടുഗദർ എത്തിയതിനു ശേഷമുള്ള എല്ലാ വിഷ്വൽസും ചെക്ക് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ. മാം, കൃത്യം 7:12 ഉമയുടെ കാർ പാർക്കിങ്ങിലെത്തുന്നത്. മാം, ഉമ പാർട്ടി ഹാളിലേക്ക് എത്തുന്നത് 7:21. നൗ സീ ദിസ് മാം.
ഉമയെ ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് 3 പേരെ കണ്ടോ? യാ, ജസ്റ്റ് വാച്ച് ദാറ്റ് ഗൈ. ആ 3 പേർക്ക് അരികിൽ നിൽക്കുന്ന ആൾ, ദാറ്റ്സ് മെൽവിൻ. ഗെറ്റ് ടുഗദറിന് വന്നവരുടെ ലിസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. ഹി വാസ് എ കോളേജ് മേറ്റ്. ഇത് ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലെ ക്യാമറമാൻ. ഇതിൽ ഉമയുടെ കാറിന് തൊട്ട് പിന്നിൽ പോകുന്ന ഗ്രേ സാൻഡ്രോ ഉണ്ടോ? ദാറ്റ്സ് മെൽവിൻസ് കാർ. ഓക്കെ. രാജീവ്, മാം. ടേക്ക് ഹിം ഇമ്മീഡിയറ്റ്ലി. യെസ് മാം. നാല് വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2011 നവംബർ 13, അന്നാണ് താങ്കളുടെ മകൾ ഏഞ്ചൽ മിസ്സിംഗ് ആകുന്നത്, അല്ലേ? അതെ. മകളുടെ മിസ്സിംഗ് താങ്കളുടെ ഭാര്യ ഷെറിനെ ഡിപ്രഷനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഡ്രഗ് അഡിക്റ്റാക്കി മാറ്റുകയും ചെയ്തു. അവളെ അവിടെ നിന്നും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. ബട്ട് അപ്പോഴേക്കും യുവർ ഓണർ, ഏതൊരു മനുഷ്യ മനസ്സിനെയും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് ഈ നിൽക്കുന്ന പ്രതി ചെയ്തിരിക്കുന്നതെന്ന് സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതി അർഹിക്കുന്ന പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. Any further submissions? That's all, Your Honor. എക്സ്ക്യൂസ് മീ, ഇവിടെ ഷേഡൻ എന്ന പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? സർ, നിങ്ങളാണോ മെൽവിൻ? അതെ, വരൂ. ബാൽക്കണിയിൽ നിന്ന് ചാടിയതാ. സ്പോട്ടിൽ തന്നെ ഡെത്ത് സംഭവിച്ചു. മെൽവിൻ, മെൽവിൻ്റെ പഴയ കോളേജ് മേറ്റ് ഇന്നൊരു ഫേമസ് ആക്ട്രസ് ആണ്. കോളേജ് സമയത്ത് തോന്നിയൊരു ഇൻഫാറ്റുവേഷൻ, അതോ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കണ്ടിട്ടുള്ളൊരു ജലസി? എന്തായിരുന്നു കാരണം? ഷീ ഈസ് സേഫ്, മാഡം. Where is she? ഉമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ വരുത്തിയിട്ടില്ല സർ. ആഫ്റ്റർ ഓൾ ഷീ ഈസ് എ സെലിബ്രിറ്റി. നമ്മുടെ കുറവൊന്നും പുള്ളിക്കാരി അറിയാൻ പാടില്ലല്ലോ. ഈ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടില്ല. അവരുടെ ലൈഫിലെല്ലാം ബെറ്ററാണ്. ബെറ്റർ ഫുഡ്, ബെറ്റർ ക്ലോത്ത്സ്, എവറിത്തിങ് ഈസ് ബെറ്റർ. So I gave her a better death. A painless death. What did you say? I killed her. ഹലോ. മെൽവിനോടൊരൊറ്റ ചോദ്യം. എത്രമാത്രം വിശ്വാസമാണ് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക്? നീ പകല് പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ?
ഇല്ലല്ലോ. പ്രകാശം നിന്നെ കടവന്ത്രയിൽ കണ്ടു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ശ്രേയയുടെ കൂടെ ജയലക്ഷ്മിയിൽ പോയിരുന്നു. അവളുടെ എൻഗേജ്മെന്റ് അല്ലേ നെക്സ്റ്റ് വീക്ക്. അത് ശരി. നീ ആ ചീസിങ് എടുത്ത്. ഓക്കെ, അവരെ ഒരുമിച്ച് കണ്ടു. സോ വാട്ട്സ് റോങ്? ഒരുപാട് നുണകൾക്ക് പുറകിലും ഒരു സത്യം ഉണ്ടാകും സാർ. പോലീസിന് താങ്കൾ കൊടുത്ത മൊഴി പ്രതി പറഞ്ഞ ഓരോ കാര്യങ്ങളും കള്ളമാണെന്നാണ്. ഡെഫിനറ്റ്ലി. സി, ഐ എം എ സൈക്കോളജിസ്റ്റ്. ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അയാൾ പറയുന്നത് കള്ളമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ്? ഷുവർ. ഇപ്പോൾ കള്ളം പറയുന്നത് ഒരു സ്ത്രീയാണെന്ന് കരുതുക. അവർ മുഖം തരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് മുഖം മറയ്ക്കുകയോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അവ്യക്തമാക്കുകയോ ഒക്കെ ചെയ്യും. അത് ശ്രേയയുടെ കൂടെ അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് ഞാൻ ശ്രേയയുടെ കൂടെ ജയലക്ഷ്മിയിൽ പോയിരുന്നു. അവളുടെ എൻഗേജ്മെന്റ് അല്ലേ നെക്സ്റ്റ് വീക്ക്. ദുബായിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റാ. അവനാ ബുക്ക് ചെയ്തത്. ഷെറിൻ അന്നേരം കാറിലിരിക്കുമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ വേദന വഞ്ചനയാണ് സാർ. അതിന് ശിക്ഷ ഒന്നേ ഉള്ളൂ, മരണം. ഏതൊരു ക്രൈമിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നിടത്താണ് ഒരു പെർഫെക്റ്റ് ക്രൈം സംഭവിക്കുന്നത്. ഇവിടെ എനിക്ക് കിട്ടിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഷെറിനുണ്ടായ ഒരു പനിയായിരുന്നു. ഷെറിനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ അവളിലേക്ക് ഞാൻ ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ ആരംഭിച്ചു. സ്നേഹത്തിൻ്റെ പേരിൽ ഷെറിൻ എന്നോട് ചെയ്തത് തന്നെയായിരുന്നു ഞാൻ തിരിച്ച് അവളോടും ചെയ്തത്. പോട്ടെ. ഒരു ക്രൈം തീരുമാനിക്കപ്പെടുന്നതിന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. നടന്ന സമയം, സംഭവിച്ച സ്ഥലം, മരണകാരണം. ഷെറിനെ വിളിച്ച ഫോൺ കോളായിരുന്നു ഹലോ ഞാൻ തിരഞ്ഞെടുത്ത സമയം. ഹലോ, കേൾക്കാൻ മേല? ഷെറിൻ, ഹലോ ഷെറിൻ, നീ ആ ബാൽക്കണിയിലേക്ക് ചെന്നേക്ക്. റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. ശബ്ദം വ്യക്തമല്ല എന്ന പേരിൽ ആ വീതി കുറഞ്ഞ ബാൽക്കണിയിൽ എത്തിച്ചതായിരുന്നു ഞാൻ ചൂസ് ചെയ്ത പ്ലേസ്. ഹലോ മെൽവിൻ.
When perfect time meets perfect place, perfect crime happens. എക്സ്ക്യൂസ് മീ, ഇവിടെ ഷേഡൻ എന്ന പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? സാർ, നിങ്ങളാണോ മെൽവിൻ? അതെ. ബാൽക്കണിയിൽ നിന്ന് ചാടിയതാ. സ്പോട്ടിൽ തന്നെ ഡെത്ത് സംഭവിച്ചു. ഇതിൽ ഉമയുടെ റോൾ? മാം കേട്ടിട്ടില്ലേ, റോങ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം? അതായിരുന്നു ഉമ. എന്ന് വെച്ചാ എമിലായിരുന്നു എൻ്റെ അടുത്ത ടാർഗറ്റ്. പക്ഷെ അപ്പോഴേക്കും അവൻ എബ്രോഡ് പോയിരുന്നു. വീണ്ടും ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ ജീസസ് ആയിട്ട് എനിക്ക് ഒരുക്കി തന്നത്.